കൊല്ലം കുണ്ടറ കാഞ്ഞിരക്കോട് കാക്കോലിയിൽ മരങ്ങൾ വീണ് വീട് തകർന്നു. കുട്ടികളടക്കം വീട്ടിലുണ്ടായിരുന്നപ്പോഴാണ് 5 മരങ്ങൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കടപുടുങ്ങിയത്. 21-കാരിയായ ഐശ്വര്യയുടെ തലയ്ക്ക് നിസ്സാര പരിക്കേറ്റു. ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു. വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാഞ്ഞിരക്കോട് കക്കോലിയിലാണ് ഒരു വീടിന് മുകളിലേക്ക് 5 മരങ്ങൾ വീണ് വീട് തകർന്നത്. ഈ സാഹചര്യത്തിൽ ഇവിടെ കുടുംബാംഗങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്ഭുതകരമായിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടത്. എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു വീട്ടിലേക്ക് ആദ്യം ഉച്ചയോടുകൂടിയാണ് മരം വീണത്. രാത്രിയാണോ ബാക്കി മരം വീണത്? രാത്രി ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ ഒരു മരം വീണ്, ഒരു തേക്ക്. പിന്നെ 9 മണി കഴിഞ്ഞപ്പം ബാക്കി 4-5 മരം ഒന്നിച്ച് വീണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അത് വീഴുമെന്നുള്ളത്. ഇത് അത്ര അകലെ ഇല്ലയോ. അപ്പോൾ ഞങ്ങളും കൊച്ചുങ്ങളും അകത്തിരുന്നതാണ്. ഞാൻ കട്ടിലേ കിടന്നതാണ്. ശബ്ദം കേട്ട് ഓടി, ഞാൻ ഒരു ഊന്നും പറഞ്ഞ് ശബ്ദം കേട്ട് ഓടി ഇറങ്ങിയപ്പം കൊച്ചുങ്ങൾ പറഞ്ഞ് കാറ്റാ അമ്മൂമ്മേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ കഥ അടയിടാന്ന് പറയാം. കഥ അടയ്ക്കാൻ പറയുന്നതിന് മുമ്പേ ഇല്ല മരം വീഴുന്നു ഞങ്ങൾ കാണും. ഞങ്ങൾ വിചാരിച്ചു ഈ മരം അങ്ങനെ വീഴുമായിരിക്കുന്നു. അങ്ങനെ ആ മരത്തിൽ നോക്കിക്കൊണ്ടിരുന്നപ്പം കണ്ടില്ല മരം വന്ന് വീഴുന്നത്. കുഞ്ഞിൻ്റെ കരുത്തും ഇങ്ങനെ അതും കഥവും ഇങ്ങനെ പകുതി അടച്ച് കരുത്തും ഇങ്ങനെ ആ കഥവിൻ്റെ ഇടയ്ക്കായി, തടി അപ്പുറം ഇപ്പുറമായി. കുഞ്ഞിന് അനങ്ങാൻ വയ്യ. കുഞ്ഞ് അയ്യോ അമ്മൂമ്മേന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ പറഞ്ഞു മോനെ അവിടെ നില്ല് എന്ന് പറഞ്ഞു. കഥ പിടിച്ച് ഇങ്ങനെ തൊട്ട് മാറ്റി വെച്ചപ്പോൾ കുഞ്ഞിഞ്ഞങ്ങ് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങ് ഇറങ്ങി എല്ലാത്തിനെയും പിടിച്ചു പടക്കം മുറ്റത്ത് വന്നു. അങ്ങനെയാണ് ഈ ചെറുമക്കളൊക്കെ, അതായത് ഓമനയമ്മയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ചെറുമക്കളൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ അപകടത്തിൽ പരിക്കേറ്റ ഐശ്വര്യയാണിത്. വലിയ ഒരു അതായത് പേടിയോടുകൂടി തന്നെയാണ് ഇറങ്ങി ഓടിയതല്ലേ? പേടിച്ചു പോയി, ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. വന്ന് തലയിൽ വീണ് ഷോക്കായി. ഒന്നും അറിയാൻ വയ്യ, പുള്ളി ഇരുട്ടായിരുന്നു വീണപ്പോൾ. ആദ്യഘട്ടത്തിൽ മരം വീണപ്പോൾ തന്നെ അറിഞ്ഞായിരുന്നോ ഈ ഒരു, അതായത് കാറ്റടിച്ചപ്പോൾ തന്നെ അറിഞ്ഞായിരുന്നോ? ആ അറിഞ്ഞായിരുന്നു. കാറ്റടിച്ചപ്പോൾ നോക്കിയാലോ കൊച്ചുങ്ങൾ വന്ന് വെളിയിലോട്ട് ഇത് എൻ്റെ ശബ്ദമെന്ന്. അപ്പോഴേ കുഞ്ഞുങ്ങൾ രണ്ടും വെളിയിൽ വാതൊക്കെ നിൽക്കുന്നു. അപ്പം അവിടെ ദേഹത്ത് ഏതാണ്ട് വീണ് അവിടെ കരയുന്നു. അപ്പോൾ കൊച്ചല്ലാതെ കരയുന്നു. ഞാനങ്ങനെ എൻ്റെ വാതക്കലോട്ട് ഓടി വന്ന്, ഞാൻ കട്ടിലേ കിടന്നതാണ്, അകത്തെ കട്ടിലേ. അപ്പോൾ ഞാൻ ഓടി വന്ന് എന്തുവെന്ന് പറഞ്ഞ് ഓടി വന്നപ്പം കുഞ്ഞിൻ്റെ പെടലി വല്ലാതിരിക്കുന്നു, കൊച്ചിൻ്റെ ദേഹത്തൂടെ ചോര ഇരിക്കുന്നു. അപ്പം നമുക്കൊന്നും വയ്യാത്തൊരവസ്ഥയും കൂടെ ആയിപ്പോയി. തീർച്ചയായും ആശുപത്രിയിൽ പോയിരുന്നോ? പോയി സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതിന് ഇനി പോകണം, മഴയായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. തീർച്ചയായും ഈ മഴ സമയത്താണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ 5 മരങ്ങളാണ് ഒരു വീടിന് മുകളിലേക്ക് വീണത്. വീട് പൂർണ്ണമായിട്ടും തകർന്ന സ്ഥിതിയിലാണ് നിലവിൽ. മൊത്തം തകർന്നു പോയി. നേരത്തെ തന്നെ ഈ മരങ്ങൾ മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞു അമ്മ ഒരെണ്ണം വീണപ്പോൾ തന്നെ പോയി പറഞ്ഞായിരുന്നു. പക്ഷെ അവർ വന്നില്ല. എന്തായിരുന്നു? ഇന്നലെ ആ വീണിട്ട് ഞാൻ 12:30 ചെന്ന് പറഞ്ഞാൽ അയാളൊന്നും എത്തി നോക്കിയില്ല. ഇന്നൊരു 10 മണി, ഈ മരം പിന്നെ 9 മണിക്കാണ് വീടുന്നത്. രാത്രി 9 മണി കഴിഞ്ഞ്. എന്നിട്ട് ഇന്ന് ഒരു 10 മണിയപ്പം വന്നില്ല. അവിടം വരെ വന്ന് എത്തി നോക്കി വെച്ച ഒരൊറ്റ ഓട്ട അയാൾ പിന്നെ കണ്ടില്ല. ഉടമസ്ഥ അതായത് ഈ സമീപത്തെ സ്ഥലം ഉടമയാണ്. ആ മരം മരത്തിൻ്റെ ഉടയ. പിന്നെ വില്ലേജ് ഓഫീസറൊക്കെ വന്നായിരുന്നു. വന്ന് കണ്ട് എഴുതി പോയി. ആരായിരുന്നു? പഞ്ചായത്ത് സെക്രട്ടറി. വില്ലേജ് ഓഫീസർ വന്ന് കണ്ടിട്ട് മരം മുറിച്ച് മാറ്റാമെന്ന് പറഞ്ഞിട്ട് പോയി. തീർച്ചയായും ഈ സമീപ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ തന്നെയാണ് വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. കനത്ത മഴയാണ്, കാറ്റും അതുപോലെ തന്നെ ശക്തിയായിട്ട് ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. എന്തായാലും ഇനിയും വരും ദിവസങ്ങളിലും ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വലിയ നഷ്ടങ്ങൾ ഇവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടും അതിനൊരു പരിഹാരമാകുന്നില്ല എന്നാണ് ഓരോരുത്തരും പരാതി പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ മരങ്ങൾ വീഴുന്നത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ബിജു പരൂരിനൊപ്പം എം മനോജ്, ജനം, കൊല്ലം.